അപ്പോൾ ഗായ്സ് ഇന്ന് ഞങ്ങൾ തിയറി ടെസ്റ്റ് എഴുതാൻ പോയാണ്. ഞാൻ 5ാമത്തെ പ്രാവശ്യം എഴുതാൻ പോണത്. ഇതിനു മുമ്പ് എഴുതിയ 4 പ്രാവശ്യം ഓരോ മാർക്കിന് 2 മാർക്കിന് ഞാൻ തോറ്റു. നല്ല കാലാവസ്ഥയാണ്. കാണാം, മേഘമൊക്കെ കാണാം. ഫിൽബി ഒരു പ്രാവശ്യം എഴുതിയിട്ടുള്ളൂ. ഫിൽബി ഒരു പ്രാവശ്യം എഴുതി ഫിൽബി 1 മാർക്കിന് പറ്റും. അന്ന് ഞാനൊരു മാർക്കിന് പറ്റും. ഇന്നെങ്കിലും ഞാൻ പാസ്സാവുന്നതായിരിക്കുന്നു. ബുദ്ധിയുള്ളവരൊക്കെ പെട്ടെന്ന് പാസ്സാവും. ഫസ്റ്റ് ട്രൈ തന്നെ പാസ്സായവരൊക്കെ ഉണ്ട്, ബുദ്ധിയും ഭാഗ്യമുള്ളവർ. ഇത് രണ്ടും എനിക്ക് വലുതായിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ വലിയ പ്രതീക്ഷയൊന്നും വെക്കാനുള്ള. എന്തായാലും ഞാൻ ഈ പ്രാവശ്യത്തിന് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ചിട്ടില്ല, ഒട്ടും പഠിച്ചിട്ടില്ല. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ട്രെയിനിനാണ് പോകാൻ പോണത്. ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റ് ഉണ്ട്. എഡിൻബർഗിലാണ് ടെസ്റ്റ് സെൻറ്റർ. ട്രെയിൻ സ്റ്റേഷനാണ് കാണുന്നത്. 3 മിനിറ്റിൽ ട്രെയിൻ ഉണ്ട്. ആഹാ, നല്ല അലങ്കാരപ്പണികളൊക്കെ ഉണ്ട്. അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് 1 മിനിറ്റ് ഗ്യാപ്പിൽ ഞങ്ങൾ ട്രെയിനിൻ്റെ അകത്ത് ഓടിക്കയറി. ഒരാൾ കഥക്കണണ്ട. ലിവിങ്സ്റ്റൺ നോർത്തിൽ നിന്ന് ഞങ്ങൾ എഡിൻബർഗ് വഴി ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 25 മിനിറ്റിൽ എത്താൻ പറ്റും. ഓക്കെ, ബൈ ലിവിങ്സ്റ്റൺ നോർത്ത്. സാധാരണ ഇത്രയും സണ്ണി ഡേയ്സ് വരാത്താണ്. ഇന്നെന്തോ ഭംഗിയുണ്ട്. കണ്ടോ, ഫീൽഡിലൊക്കെ കമ്പൗണ്ടർ തന്നെ ഉണ്ട്. കമ്പൗണ്ടറിന് ടിക്കറ്റ് അടിക്കാൻ വേണ്ടി എങ്ങനെ ഇംഗ്ലീഷ് പാട്ടൊക്കെ പാടാൻ മതിയമ്മേ. നല്ല കാലാവസ്ഥ. HD മേഘം കിട്ടാണ്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഒരു മലയുണ്ട്, കാണിച്ചത്. ടിക്കറ്റ് ചെക്കറോ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോയി. ഇവിടെ ഒരു പാലമുണ്ടേ, അത് കാണിച്ചു തരാമേ. ട്രെയിനിൻ്റെ ട്രാൻസ്പോർട്ടാണ് നല്ല ക്ലീൻ ആയിട്ടുള്ള ട്രെയിൻ സ്റ്റേഷൻ. ഇപ്പോൾ സ്കോട്ട്ലാൻഡിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ ചുറ്റും മലയാണ്. എവിടെ നോക്കിയാലും മുട്ടക്കുന്ന. ഇപ്പോൾ ഒരു മുട്ടക്കുന്ന വരും, കാണിച്ചു തരാം. ഡ്രൈവിംഗ് തിയറി ടെസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അത് ഓൺലൈനാണ് അതിൻ്റെ ഡേറ്റ് എടുക്കേണ്ടത്. DVLA സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പ്രൊവിഷണൽ ലൈസൻസിന് അപ്ലൈ ചെയ്യണം. അത് ഓൺലൈൻ 35 പൗണ്ടിനൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊവിഷണൽ ലൈസൻസ് ഇപ്പോൾ ഫോട്ടോ നമുക്ക് നമ്മുടെ അഡ്രസ്സിൽ വരും. അതിനുശേഷം പ്രൊവിഷണൽ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തിയറി ടെസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. തിയറി ടെസ്റ്റിന് പേയ്മെന്റ് പ്രാവശ്യം അപ്ലൈ ചെയ്യണമെങ്കിൽ 23 പൗണ്ടാണ്. അത് ഓൺലൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ടെസ്റ്റ് സെന്റർ എടുക്കാൻ പറ്റും. അപ്പൊ അതെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓൺലൈനിലൊക്കെ പഠിക്കാനൊക്കെ പറ്റും. ഒരു ആപ്പ് ഉണ്ട്, അതിൽ നോക്കി പഠിക്കാം. 15 ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 43 സ്കോർ ചെയ്താലേ നമുക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ റീസെന്റ് ചെയ്ത 4 എനിക്ക് 42, 41, 38 അങ്ങനെയൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ ഈ 50 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സാറ്റ് പെർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അതിന് 15 വീഡിയോ കാണിക്കും. അത് നമുക്ക് മറ്റേ ഡ്രൈവേഴ്സിന്റെ വ്യൂയിലൂടെയാണ് കാണിക്കുന്നത്. അതില് എന്തെങ്കിലും ഇൻസിഡൻസ് വരുമ്പോൾ നമ്മൾ മൗസിൽ ക്ലിക്ക് ചെയ്യണം. അതാണത്. അത് നമ്മൾ ചെയ്യുമ്പോൾ ടെസ്റ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു വീഡിയോ കാണിക്കും. അത് നോക്കി ചെയ്താൽ മതി. അങ്ങനെയും കാര്യം. പിന്നെ നമുക്ക് പോയി നോക്കാം. എനിക്കിപ്പോ സ്ഥിരമായിട്ട് 4 പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഈ റോഡിൽ വെക്കണ സ്റ്റഡ്സിന്റെ കളർ തന്നെയായിരിക്കും. ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ റെഡ്, റൈറ്റ് സൈഡിൽ എംബർ, സെന്ററിൽ വൈറ്റ്. അത് പിന്നെ അതുകൂടാണ്ട് ഈ നമ്മൾ കാറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഹില്ല് കയറുമ്പോൾ ഏത് ഗിയറാണ് യൂസ് ചെയ്യേണ്ടത്, പിന്നെ നമ്മുടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എത്രയാണ്, 2 seconds ആണ് നോർമലി. അത് കൂടാണ്ട് റെയിനി ആയിരിക്കുമ്പോൾ ഡബിൾ ആവും, 4 seconds ആവും.
ഐ സി വെതർ ആണെങ്കിൽ 10 സെക്കൻഡ് ഗ്യാപ്പ്, അങ്ങനെയാണ് അതിന്റെ ഇത്. ആ ക്വസ്റ്റ്യൻസ് ആ സ്ഥിരം ചോദിക്കണത്. നമ്മൾ എഡിൻബർഗ് വീവറിൽ എത്തിയിട്ടില്ല, വണ്ടി ഇങ്ങനെ ഉരുണ്ടോണ്ടിരിക്കണം. ഇപ്പം എത്തും. എൻ്റെ ഒരു ഫിൽബിക്ക് വയറുവേദന എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. മിക്കവാറും പേടിച്ചിട്ടായിരിക്കുള്ളൂ. എന്നാൽ ഞാൻ പാസ്സായി, വലിയ പാസ്സായില്ലെങ്കിൽ പ്രശ്നമായി. ഒരു സാധനം വരുമോ ഗ്ലാസ്കോ ലെൻസ്ബർഗ് എക്സ്പ്രസ് ആണ് തോന്നുന്നു. നാട്ടിലെ പോലെ പാളത്തിൽ ഇവിടെ അഴുക്കൊക്കെ കിടപ്പുണ്ട്. അത് കണ്ട, നമ്മുടെ നാട്ടിലെ പോലെ വേറെ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ഒരു ടണലിലേക്ക് ഇറങ്ങി. ഇവിടെയുള്ള അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ തന്നെ ചാടിപ്പിടിച്ച് എണീറ്റ് നിന്ന്. പക്ഷെ നമുക്കറിയാമായിരുന്നു 2 ടണലും പിന്നെ വണ്ടി പയ്യൊക്കെ പോകുന്നു. 3, 2, 1 എത്തിപ്പോയി. ഫ്രീ യുവർ സോൾ. സോൾസ് ഫ്രീ ആയിട്ട്. ഇവിടെയെല്ലാം പഴയ പോലത്തെ ബിൽഡിങ്ങാണ്, അതുകൊണ്ടെല്ലാം കാണാൻ നല്ല രസമാണ്. നമ്മളൊരു 1800s ഇറങ്ങി ചെന്ന പോലെയാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം ഇരിക്കുന്നത്. കണ്ടോ, പുരാതനമായ. ഇനി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. സ്റ്റേഷൻ എത്തി. ഇവിടെ എവിടെയാണ് ഹാരി പോട്ടറിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് അപ്പുറത്തെ സൈഡിലാണ്. ഞാൻ അപ്പുറത്ത് പോകുമ്പോൾ കാണിച്ചു തരാമേ. ഷിന്നു പറഞ്ഞത് നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നമ്മൾ തിയറി ടെസ്റ്റ് എഴുതാൻ വന്നേക്കുന്നത്. അപ്പോൾ തിയറി ടെസ്റ്റ് എഴുതി എങ്ങനെയെങ്കിലും പാസ്സാകണം എന്നാണ് എൻ്റെ ലക്ഷ്യം. ഫിൽബിക്ക് പല ലക്ഷ്യങ്ങളുണ്ട്. എഡിൻബർഗ് വേവറിൽ എത്തി. ഓക്കെ, സ്റ്റേഷൻ. സാധാരണ ഞാൻ എഡിൻബർഗ് വരുമ്പോൾ എപ്പോഴും ഒന്നെങ്കിൽ മഴ പിടിഞ്ഞ കാലത്ത് ഒരു മൂടിയ കാലാവസ്ഥയിൽ. ഇതിപ്പോ നല്ല സണ്ണിയായിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇങ്ങനെ സണ്ണിയായിട്ട് കണ്ടിട്ടില്ല. ക്രിസ്മസ് സീസൺ ആകുമ്പോൾ ഇവിടെയാണ് ഈ ക്രിസ്മസ് മാർക്കറ്റ് ഇടണം. ഈ പാർക്കില് ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ക്രിസ്മസ് മാർക്കറ്റ് ആയിരിക്കും. നല്ല തിരക്കായിരിക്കും ആ ടൈമിൽ. ഇവിടെ കുറെ ഫുഡ് ഐറ്റംസും പിന്നെ കുറെ അപ്പുറത്ത് ഗെയിംസും കാർണിവൽ പോലെ പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടായിക്കൂടാ. ഞങ്ങളപ്പോ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അങ്ങനെ കുറെ സാധനങ്ങൾക്ക് മറ്റേ പാട്ടെറിയണ പരിപാടിയൊക്കെ ഇവിടെ ഉണ്ട്. നല്ല രസമായിരിക്കും പാട്ടൊക്കെ. ഇതാണ് സെന്റ് ആൻഡ്രൂസ് സ്ക്വയർ ഗാർഡൻ. ആയിരിക്കലാണ് മെൽവിൽ മോണുമെന്റ്. മെൽവിൻ മോണുമെന്റ് അല്ല, മെൽവിൽ മോണുമെന്റ്. ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് എഡിൻബർഗിലെ. ലൈറ്റ് അവിടെ നമ്മുടെ മറ്റേ ഇയാളിരിപ്പുണ്ട്, പാഡിങ്ടൺ ബിയർ ഇരിപ്പുണ്ട്. ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ, വീഡിയോ എടുത്ത്. എന്താ പുച്ഛം നിനക്ക്? ഞാൻ എന്തായാലും തോക്കാൻ പോകണം. എന്ത് വെറുതെ എഴുതണം ഞാൻ വിചാരിക്കണം. കാശ് കൊടുത്തല്ലേ എഴുതിക്കും. ഞാൻ പാസ്സായാലും ചിലപ്പോൾ നീ ആയിരിക്കും പാസ്സാവണം. അതെനിക്ക് എന്തായാലും 100% എനിക്ക് തോക്കും എന്നുള്ള എന്നാ നമുക്ക് നോക്കാം. ശരി, അത് നടന്നു കഴിഞ്ഞാൽ എത്തിക്കണ്ട. താങ്ക് യു. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എഡിൻബർഗിലെ ടെസ്റ്റ് സെൻറ്ററിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നേരെ കാണുന്ന സ്കോട്ട് മോണുമെൻറ്റ്. അവരുടെ നേരെ ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഈ എൻഡിൽ വന്നു കഴിഞ്ഞിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മുടെ ടെസ്റ്റ് സെൻറ്റർ. കാണിച്ചു തരാമേ. ആണോ, നോർത്ത് സെൻറ്റ് ഡേവിഡ് സ്ട്രീറ്റ്. അങ്ങോട്ട് തിരിഞ്ഞിട്ട് കാർ കണ്ടോ? ഇതിലേ നേരെ നടന്ന്
ഇതല്ലേ ബിൽഡിങ്? ആ ഇത് തന്നെ, ഈ കാണാണ് ബിൽഡിങ്. ഈ യെല്ലോ കളർ എൻട്രൻസ്. അപ്പോൾ അവിടെ മൊബൈലിൽ ഒന്നും ഓണാക്കാൻ പാടില്ല. അപ്പോൾ മൊബൈൽ ഓഫ് ആക്കിയിട്ട് വേണം കയറാൻ. അപ്പോൾ മൊബൈൽ ഓഫ് ആക്കാനാണ് ഈ കാണാണ് ബിൽഡിങ്. ഓക്കെ, മൊബൈൽ ഓഫ് ആക്കാനാണ്. അതേ ടെസ്റ്റ് കഴിഞ്ഞിട്ട് പാസ്സായില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹലോ ഗൈസ്, ടെസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. ഞാനപ്പോൾ എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്കത് തിരിഞ്ഞാണല്ലോ ക്യാമറ കാണുന്നത്. 46 ഔട്ട് ഓഫ് 50 കിട്ടി. ഞാൻ പാസ്സായി, ഇദ്ദേഹം പൊട്ടി. എത്ര മാർക്കാണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, ഞാൻ എൻ്റെ 5ാമത്തെ ട്രയലാണ് പാസ്സായത്. ഇദ്ദേഹം വെറും 2ാമത്തെ ട്രൈ ആണ്. ഞാൻ പഠിക്കാതെ 34 പഠിച്ചില്ലേ? ഞാൻ പഠിക്കാണ്ട് 42 ആണ് മേടിച്ചത്. അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞു, ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കണേ. ഓക്കെ. അവിടെ ഒരു അതിലേ പോവാം. അതിലേക്ക് ഇറങ്ങി അപ്പോൾ ടെസ്റ്റ് പൊട്ടിയ സന്തോഷത്തിൽ ഫിൽമി നടക്കുമ്പോൾ ഞാനും കൂടെ നടക്കുകയാണ്. ഞങ്ങളിപ്പോൾ സ്കോട്ട് മോണുമെൻറ്റിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ആണ് എൻ്റെ പേര് എഡിൻബർഗ് കാസിലാണ്. ഏതുപോലെ ടെസ്റ്റൊക്കെ എഴുതി കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് പെസഹ ആയതുകൊണ്ട് നേരെ വന്ന് കാർമെൻ്റെല്ലാം അവിടെ പള്ളിയിൽ ഇറങ്ങി, പള്ളിയിൽ കയറി കുർബാന കൂടിയിട്ടാണ് തിരിച്ചു പോകുന്നത്. ചെറുതായിട്ടൊരു സാധനങ്ങളൊക്കെ മേടിച്ചു, എന്നിട്ട് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം പെസഹ അപ്പം ഉണ്ടാക്കാൻ. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.